ഇലക്ഷൻ 4 വോട്ട് കിട്ടാൻ വേണ്ടി സ്വരാജ് എന്തെങ്കിലും ആരെ പ്ലീസ് ചെയ്യാനും അഭിപ്രായം പറയാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല. സ്വരാജിൻ്റെ നിലപാടിൽ നിൽക്കുന്ന ഒരാളാണ്. ആ നിലപാടിനെ നമ്മൾ ബഹുമാനിക്കണം. അങ്ങനെ വോട്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കോപ്രായം കാണിക്കുന്ന വൃത്തികെട്ടവന്മാരെയാണ് രാഷ്ട്രീയത്തിൽ അടുപ്പിക്കാൻ പാടില്ലാത്തത്. തോറ്റാലും ശരി, എൻ്റെ നിലപാട് ഇതാണ്. തെറ്റോ ശരിയാവട്ടെ, അതിനകത്ത് നമുക്ക് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള നിലപാടെടുക്കുന്ന ഒരാളാണ്. അവിടെ എവിടെയും കൊണ്ടേ നിർത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമസഭയ്ക്കകത്ത് കിടന്ന് ബഹളം ഉണ്ടാക്കി 5 മിനിറ്റ് അനുവദിച്ചാൽ ഒരു മിനിറ്റ് കൂടി ഈ രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയ്ക്കകത്ത് ഒച്ചമ്പിളി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൈ ഉയർത്തി കാണിക്കും അവതാരകൻ്റെ മുമ്പിൽ. ഒരു മിനിറ്റ് കൂടെ എന്ന് പറഞ്ഞു. അതേപോലെയാണ് ആ നിലവാരത്തിൽ രാഹുൽ ഈശ്വറിൻ്റെ നിലവാരത്തിലേക്ക് ബഹുഭൂരിപക്ഷ പോകുന്നൊരു കാലത്ത് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം, നിയമസഭാംഗത്തിൻ്റെ ഉത്തരവാദിത്വം എന്താണെന്നും എങ്ങനെയാണ് കാര്യങ്ങൾ നിയമസഭയിൽ പ്രസന്റ് ചെയ്യണം എന്നുള്ളതിൻ്റെ മാതൃകയായിട്ട് സ്വരാജ് അവിടെ നിൽക്കണം എന്നുള്ള അഭിപ്രായക്കാരനെയാണ് നിയമസഭയ്ക്കകത്ത്. പിന്നെ അവനെ മന്ത്രിയാക്കണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അവനെ ഒരു LDFിൻ്റെ അടുത്ത ടൈം വരികയാണെങ്കിൽ നല്ലൊരു വകുപ്പിൽ കൊണ്ടുപോയിടണം. നല്ലൊരു വകുപ്പിനകത്ത് എനിക്ക് തോന്നുന്ന വിദ്യാഭ്യാസവും സാംസ്കാരികവും കൂടി 2 വകുപ്പാണ് കൊടുക്കേണ്ടത്. 2 വകുപ്പ് ഒരുമിച്ച് കൊടുക്കണം സ്വരാജിന്. അങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത്. എല്ലാവരും പറയുന്ന ഭാവി മുഖ്യമന്ത്രി എന്നതിനേക്കാൾ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്ന് ബോധ്യപ്പെടുന്നവർക്ക് സ്വരാജ് നല്ലൊരു സംഘാടകനാണ്. സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ഭരണരംഗത്ത് വരുന്നതിനേക്കാൾ കൂടുതൽ പാർട്ടി സംഘടനയെ നയിക്കാൻ വളരെ കെൽപ്പുള്ള ആൾ, നാളെ ഒരു സംസ്ഥാന സെക്രട്ടറിയായിട്ട് വരാൻ യോഗ്യതയുള്ള ആളാണെന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അതേപോലെ തന്നെ ഈ സ്വരാജിൻ്റെ സംവാദങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്വരാജ് ആകെ പ്രകോപിതനായി ഞാൻ കണ്ടിട്ടുള്ളത് ഒരൊറ്റ വട്ടമാണ്. അത് ഏതോ തെരഞ്ഞെടുപ്പിൻ്റെ എന്തോ പരിപാടിയായിരുന്നു. ഈ 3 പേരെ കൂട്ടിയിട്ട് ട്രയാങ്കിൾ ഡിസ്കഷൻ നടത്തുമല്ലോ. 3 പേരെ ഒരു പീഠത്തിൽ കൊണ്ടുപോയി നിർത്തും. എന്നിട്ട് ഇപ്പുറത്തിരുന്നിട്ട് പിന്നെ ചോദ്യം ചോദിക്കും. അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ തർക്കമുണ്ടായി. അപ്പോൾ BJPയുടെ എൻ രാധാകൃഷ്ണനാണ്. അപ്പോൾ എൻ രാധാകൃഷ്ണൻ സ്വരാജ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്വരാജ് ഇത്രയും പ്രായമായിട്ടൊന്നുമില്ല. അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ രാധാകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് കയറി ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. സ്വരാജ് സംസാരിക്കുമ്പോൾ അയാളോടൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞു സ്വരാജ് അവതാരകനോട്. അപ്പോൾ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു, നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കണം, നിങ്ങൾ അയാളെന്ന് വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്വരാജ് തിരിച്ചു വയ്ക്കുന്നുണ്ട്, അയാളെന്ന് പറഞ്ഞാൽ ആളല്ലാതെ പിന്നെ നിങ്ങൾ മനുഷ്യനല്ലാതെ പിന്നെ എന്താ പിന്നെ ദൈവമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇയാളെന്തോ വേണ്ടാത്ത പറഞ്ഞു. സ്വരാജ് അടിക്കാൻ നീങ്ങി. എന്തായാലും അടിയിലെത്തിയില്ല. അങ്ങനെ ഒരിക്കൽ മാത്രമാണ് ഒരു സമനില തെറ്റിയ രീതിയിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളതിനെല്ലാം ക്ലാസിക് മറുപടികളാണ്. ഒരിക്കൽ TG മോഹൻദാസുമായിട്ടുള്ള ചർച്ച ഞാൻ ശ്രദ്ധിച്ചതാണ്. TG മോഹൻദാസിൻ്റെ കുറ്റമല്ല, പുള്ളി അറിവില്ലാഞ്ഞിട്ടല്ല. പക്ഷേ പുള്ളിക്ക് പ്രായാധിക്യത്തിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് ഇപ്പോൾ ABC ചാനലിലൊക്കെ ആണെങ്കിലും അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ കൂടെ ഇരിക്കുന്ന ആൾക്കാർ. കാരണം പ്രായത്തിൽ ഇപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ വിറയിലൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം 5-6 മാസം മുമ്പ് ഞങ്ങൾ കണ്ട് കുറച്ച് നേരം സംസാരിച്ചതാണ്. അപ്പോൾ TG നല്ല ഒരു വലിയ എൻസൈക്ലോപീഡിയ തന്നെയാണ്. അങ്ങനെ വർഗീയവാദിയൊന്നുമല്ല ഇപ്പോൾ TG മോഹൻദാസ്. എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല അറിവും വായനയൊക്കെ ഉള്ള ആളാണ്. പക്ഷേ ചില ചരിത്ര കാര്യങ്ങൾ പുള്ളി പറഞ്ഞപ്പോൾ പിഴവ് പറ്റി, ഫാക്ച്വൽ എറർ ഉണ്ടായി. സ്വരാജ് എല്ലാം കേട്ടിട്ട് പറഞ്ഞു. സ്വരാജ് പറഞ്ഞു, ബഹുമാനപ്പെട്ട TG മോഹൻദാസിനോട് ഇന്ന് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണെന്ന് ചോദിച്ച് വന്നപ്പോൾ പുള്ളി പറഞ്ഞെല്ലാം പൊളിച്ചടുക്കി കൊടുത്തു. പുള്ളി കോട്ട് ചെയ്ത പുസ്തകം എഴുതിയത് പോലും വേറെ ആളാണ്. അതിൻ്റെ പേര് പോലും എഴുത്തുകാരൻ്റെ പേര് പോലും മാറിപ്പോയി. അങ്ങനെ കൊടുത്തു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയശങ്കർ വക്കീലുമായിട്ടുള്ള ഡിസ്കഷനകത്ത് ജയശങ്കർ വക്കീൽ അത് ഏകദേശം 2016 കാലഘട്ടത്തിലൊക്കെ ഉണ്ടാവും. ജയശങ്കർ വക്കീൽ കുരങ്ങൻ എന്ന് പറഞ്ഞു സ്വരാജിനെ. അപ്പോൾ സ്വരാജ് ടെലിഫോണിലില്ല വരുന്നത്, പിന്നെ സ്റ്റുഡിയോയിലില്ല. MP നികേഷ് കുമാറാണ് പിന്നെ മോഡറേറ്റർ. അപ്പോൾ ഇരിക്കുമ്പം സ്വരാജ് പറഞ്ഞു, ഇങ്ങനെ അഡ്വക്കേറ്റ് ജയശങ്കർ ഇങ്ങനെ പറഞ്ഞേ കേട്ടു, അദ്ദേഹം എന്നെ കുരങ്ങൻ എന്ന് വിളിച്ചാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ഞാൻ തിരിച്ച് കുരങ്ങൻ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നില്ല, കാരണം അദ്ദേഹത്തിന് അത് ചിലപ്പോൾ ഇഷ്ടമായാലും കുരങ്ങൾക്ക് അത് ഇഷ്ടമാവില്ല എന്നാണ് ക്ലാസിക് മറുപടികളെ കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന ഇതിനകത്ത് പിന്നെ സ്വരാജ് തോറ്റു എന്ന് പറയുന്നു. ഇവിടെ ആരാ തോക്കാത്ത? കമ്മ്യൂണിസ്റ്റുകാരിൽ ഇപ്പം ഞാൻ പറഞ്ഞ പുതിയ തലമുറയിൽ ഒരു P ഗോവിന്ദപിള്ളയായിട്ട് സ്വരാജിനെ കാണാൻ പറ്റും. ബാക്കിയുള്ളവനൊന്നും വിവരം ഉണ്ടായിരിക്കും. MA ബേബിക്ക് വിവരമുണ്ട്, P രാജീവിനും കുറേ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ലില്ല. വിവരം ഇത് തലയ്ക്കകത്ത് കയറിയിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. സ്വരാജ് വായിച്ച പുസ്തകങ്ങളുടെ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ആ സ്വരത്തിലല്ല, ദൈക്ഷണിക ഭാഷയൊന്നും ഉപയോഗിക്കാറില്ല. സാധാരണക്കാരന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയിൽ തൻ്റെ അറിവുകൾ പകർന്നു കൊടുക്കാനുള്ള ശേഷി പിന്നെ സ്വരാജിലുണ്ട്. ആ ഒരു പ്രസന്റേഷൻ സ്കില്ലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ P ഗോവിന്ദപിള്ള തോറ്റിട്ടുണ്ട്. ഇവിടെ VS അച്യുതാനന്ദൻ മാരാരി കൊടുത്ത് തോറ്റിട്ടുണ്ട്. അതേപോലെ തന്നെ മുരളീധരൻ, കോൺഗ്രസിൻ്റെ മുരളീധരൻ ഒരു കാലത്ത് ഓടി നടന്ന് നോക്കുകയായിരുന്നു. കോഴിക്കോട് നോക്കുന്നു പാർലമെന്റിൽ, തൃശ്ശൂർ പാർലമെന്റിൽ നോക്കുന്നു, വടക്കാഞ്ചേരി നിയമസഭയിൽ നോക്കുന്നു, കൊടുവള്ളി നിയമസഭയിൽ നോക്കുന്നു. ഇങ്ങനെ തോൽവികളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വരാജ് തോറ്റു, ഇപ്പോൾ 2 പ്രാവശ്യം തോറ്റു. ജനാധിപത്യത്തിൽ തോക്കുന്നേ. ഞാൻ തോറ്റിട്ടുണ്ട്. ഒരു വട്ടം മഞ്ചേരി എന്ന സ്കൂളിൽ ചെയർമാനാണ്, സെക്കൻഡ് ഇയറിന്. ഫൈനലിയറിന് വീണ്ടും മത്സരിക്കുമ്പോൾ ഞാൻ തോറ്റിട്ടുണ്ട്. തോൽവിയൊക്കെ സ്വാഭാവികം. നമ്മൾ നിലപാടുകൾ എടുക്കുമ്പോഴാണ് തോൽക്കുന്നത്. ആരെയും നോവിക്കാതെ അതും ശരി ഇതും ശരി എന്ന് പറഞ്ഞിരുന്ന 2 കൂട്ടരെയും വോട്ട് കിട്ടും. നമ്മൾ ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തോക്കും. സ്റ്റാൻഡിൽ നിൽക്കാതെ ഇരിക്കുകയാണെങ്കിൽ ജയിക്കും. സ്റ്റാൻഡിൽ നിന്നിട്ട് പിന്നെ ജയിക്കാൻ പറ്റും. എങ്ങനെ? അതിന് പറ്റിയ നിയോജക മണ്ഡലമായിരിക്കണം. മട്ടന്നൂരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് തലശ്ശേരിയോ ഒക്കെ ആണെങ്കിൽ എന്ത് സ്റ്റാൻഡ് എടുത്താലും പാർട്ടി വോട്ട് മതി ജയിക്കാൻ. അപ്പോൾ അങ്ങനെ അല്ലാത്തടത്താണ് സ്വരാജ് നിന്നത്. തൃപ്പൂണിത്തറ K ബാബുവിൻ്റെ അടുത്ത് 2016 പിടിച്ചെടുക്കുക ചെയ്യുന്നത്. വർഷങ്ങളോളം പതിറ്റാണ്ടുകളായിട്ട് K ബാബു പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. TK രാമകൃഷ്ണൻ വരെ അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ മണ്ഡലമാണ് പിന്നെ സ്വരാജ് പിടിച്ചെടുക്കുന്നത്. 2021 വീണ്ടും K ബാബു തന്നെ മത്സരിച്ച് ജയിക്കുന്നു. സ്വരാജ് പരാജയപ്പെടുന്നു കുറഞ്ഞ വോട്ടുകൾക്കാണ്. നിലമ്പൂർ ഈ പറഞ്ഞ ഫാക്ടറികളൊക്കെ നിൽക്കുന്ന സമയത്താണ് അപ്പോൾ സ്വരാജ് പരാജയപ്പെടുന്നു. അവിടെ മുഴുവൻ പാർട്ടി വോട്ട് കൊണ്ട് ജയിക്കാൻ പറ്റുന്ന സ്ഥലമല്ല. അപ്പോൾ അതുകൊണ്ടാണ് തോറ്റു എന്നൊക്കെ പറഞ്ഞ AK ആന്റണി അവരുടെ പാർട്ടിക്കകത്ത് കോൺഗ്രസിനകത്തെ ആദർശത്തിൻ്റെ വിശുദ്ധ പിന്നെ മുഖമാണ്, പുണ്യാളനാണെന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്ന AK ആന്റണി കോൺഗ്രസിൻ്റെ KPCCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരാജയപ്പെട്ടില്ലേ വയലാർ രവിയോട് സംഘടനാ രംഗത്ത്. ഇപ്പോൾ സ്വരാജ്
പാർട്ടിയുടെ ഏരിയ സമ്മേളനത്തിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്വരാജ് ഏരിയ സമ്മേളനത്തിൽ പരാജയപ്പെട്ടപ്പോൾ 37 വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, പലതവണ KPCC പ്രസിഡന്റ് ആയിരുന്ന AK ആന്റണി, മുതിർന്ന നേതാവായ AK ആന്റണി വയലാർ റബിയോട് KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അപ്പോൾ സംഘടനാ രംഗത്ത് പരാജയം ഉണ്ടാവും, ബാക്കിയുള്ള രംഗത്തുണ്ടാവും. സ്വരാജിനോടുള്ള എതിർപ്പൊക്കെ നമുക്ക് വേറെ പല എതിർപ്പുകളുണ്ട്. പക്ഷേ സ്വരാജിന്റെ കഴിവുകളെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും സ്വരാജിനെ ഹിന്ദു വർഗീയവാദിയാക്കി ചിത്രീകരിക്കാൻ നോക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ശരിയല്ല. സ്വരാജ് വർഗീയവാദിയേ അല്ല, മതവിശ്വാസിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ദൈവവിശ്വാസം ഉണ്ടാവും, എല്ലാ മനുഷ്യനും ഉണ്ടാവും. ദൈവവിശ്വാസം ഇല്ല എന്നൊക്കെ പറയുന്നത് വെറുതെ, അതെന്താ വെച്ചാൽ വെറുതെ ദൈവം ഉണ്ടെന്നുള്ള ബോധത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, ഒരു കംഫർട്ടബിൾ സോൺ എന്നുള്ള രീതിയിൽ. അല്ലാതെ മതപരമായ ഒരാചാരങ്ങളും പലരും രഹസ്യമായിട്ട് കമ്പർത്തി പോകുന്നവരുണ്ട്. അങ്ങനെ പോലും പോകാത്ത ഒരാളാണ് സ്വരാജ്. കറ തീർന്ന മതേതര ജീവിതം നയിക്കുന്ന ഒരാളാണ്. പിന്നെ വ്യക്തി ജീവിതത്തിനകത്ത് ഞാനും സ്വരാജും ഒന്നും അത്ര വലിയ വിശുദ്ധരൊന്നും അല്ല. അതിപ്പോൾ ഗ്രീഷ്മയും അത്രയും വിശുദ്ധമാവാനും പറ്റില്ല. നമുക്ക് ചില കഴിവുകളുണ്ടാവും, ചില വീക്ക്നസ്സുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. മറ്റു പലരെയും പോലെ വേണമെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ രണ്ടെണ്ണം അടിക്കുന്ന കൂട്ടത്തിലാണെന്നുള്ളത് ഞാൻ പറയില്ല സ്വരാജിനെ കുറിച്ച്. ചായയും കാപ്പിയും വരെ കഴിക്കാത്ത, ജീവിതത്തിൽ ഇന്ന് വരെ സിഗരറ്റ് വലിച്ചിട്ടില്ലാത്ത, ജീവിതത്തിൽ ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ മദ്യപിച്ചിട്ടില്ല എന്നൊരു പക്ഷേ കേരളത്തിലെ ഇത്രയും നിയമസഭാംഗങ്ങളിൽ എനിക്ക് പറയാൻ പറ്റുന്നത് വളരെ കുറച്ച് പേരെ കുറിച്ചാണ്. ഒന്ന് സഖാവ് പിണറായി വിജയൻ, ഒന്ന് പിന്നെ പുതുപ്പള്ളി എന്നുള്ള ചാണ്ടി ഉമ്മൻ, ഒന്ന് സ്വരാജ്, അങ്ങനെയുള്ള കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ആൾക്കാർ എൻ്റെ കൂടെ ഇരുന്ന് പലരും മദ്യപിച്ചിട്ടുണ്ട്. ഉയർന്ന പിന്നെ പല പദവികളിൽ ഇരിക്കുന്ന ആൾക്കാർ മദ്യപിച്ചിട്ടുണ്ട് എൻ്റെ കൂടെ. ആ നാട്ടിൽ നിന്നും ഗൾഫിൽ നിന്നും മദ്യപിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വരാജ് അവർ തൊട്ടു നോക്കിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലും, ഒരു സിഗരറ്റിൻ്റെ പഫ് പോലും ജീവിതത്തിൽ എടുത്തിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യത്തിലും എനിക്ക് 100% ഉറപ്പുണ്ട്. 100%. ഇന്നത്തെ യുവജന നേതാക്കന്മാരിൽ എനിക്ക് അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് സ്വരാജിനെ കുറിച്ച് തന്നെയുള്ളൂ. ആ രീതിയിൽ. അപ്പം ഇവർ മൗദൂദികൾ എന്താണെന്ന് വെച്ചാൽ അവന്മാർക്ക് ചില അജണ്ടയുണ്ട്. അവരെന്താ വെച്ചാൽ ഇപ്പോൾ സ്വരാജിൻ്റെ ഇമേജ് തകർക്കുക, സ്വരാജിനെ ഒന്നും കൊള്ളാത്തവനായിട്ട് മാറ്റുക, പിന്നെ പൂക്കളുടെ